ഗ്രാമ്പിയിലെ കടുവയുടെ കാര്യം എന്താണെന്ന് ചോദിക്കണം. ആ സ്ഥലത്ത് ഇപ്പോൾ രാഹുൽ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ഈ കടുവ ആക്രമിച്ച ആ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്, വളർത്തുമൃഗങ്ങൾ ആക്രമിച്ച സ്ഥലത്താണുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? അവരെന്താണ് പറയുന്നത്? ആരെങ്കിലും കടുവയെ കണ്ടിട്ടുണ്ടോ അവിടെ? ആരെങ്കിലും കടുവയെ കണ്ടിട്ടുണ്ടോ എന്നുള്ളതല്ല, കടുവ ഈ കാണുന്ന ഈ പ്രദേശത്ത് ഇപ്പോഴുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ രണ്ടാമത്തെ വീട്ടിലാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. നാരായണന്റെ വീട് അതാണ്. അവിടെയാണ് പശുവിനെ കടുവ ആക്രമിച്ചത്. അതിനോട് തൊട്ട് ചേർന്നുള്ള ആ വേലിയുടെ മറവിൽ കടുവയുണ്ട്. വനം വകുപ്പിൻ്റെ സംഘം ഇവിടെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ഈ കടുവ പിടിച്ച ആ പശുവിനെ വീണ്ടും ഭക്ഷിക്കാനായി കടുവ അവിടെ തന്നെ ഉണ്ട്. അതങ്ങനെ ഭക്ഷിച്ചില്ലെങ്കിൽ വലിയ അക്രമത്തിലേക്ക് കടുവ മാറും എന്നുള്ളതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ നാട്ടുകാരൊക്കെ കടുവയെ കാണുകയും ചെയ്തിട്ടുണ്ട്. ചേട്ടൻ കടുവയെ കണ്ട ആളാണോ? நாங்கள் புதுவையிலேருந்து வரும்போது எப்பவும் இங்கேயே சுற்றிக்கிட்டு இருக்கோம். சுத்தமாக ஆள் யாருமே கூடுதல் போவதில்ல. இந்த கொக்கை பக்கம் இருக்கிறதுனால இந்த ஏரியா ஃபுல்லாக காடாகி போச்சு. இப்போ காடாக போகும்போது ஆள் யாருமே போகிறதுக்கு விருப்பம் இல்லை, பயப்படுறாங்க. அதனால் கம்பெனி எப்படி தீர்மானித்து பார்த்து அதை நல்லபடியாக அதை முடிச்சு விட்றோம். കടുവ ഇവിടെ ഇപ്പം നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ இந்த போஸ்ட்டு உண்டுல்ல, அந்த போஸ்ட்டு வரும்போது ரெண்டு ஒன்று போயிடணும். நாய் போனோன்னு மேலே போனோன்னு பார்த்தோன்னு போயிடுச்சு. போனவொன்னே 2 நாள் ஃபாரஸ்ட் மாதிரி ஒன்று அவன் கூட போய் நான் காப்பி குடிக்க போய். എന്തായാലും ഇന്ന് പുലർച്ചെ 1:30 കൂടിയാണ് ഈ കടുവ ഈ മേഖലയിലേക്ക് വരുന്നത്. ഏകദേശം അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരം മാറിയാണ് ഈ സ്ഥലം ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ പുലർച്ചെ 1:30 വരുന്നു. അവിടെ ആദ്യം നാരായണൻ്റെ വീട്ടിലെ പശുവിനെ ആക്രമിക്കുന്നു, അടിച്ചിടുന്നു. അതിനുശേഷം പിന്നീടാണ് അതിന് തൊട്ട് ചേർന്നുള്ള നായയെ കൂടി പിടിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ സ്ഥലത്ത് തന്നെ ഈ കടുവയുണ്ട് എന്നുള്ളത് ആശങ്കപ്പെടുന്ന കാര്യം തന്നെയാണ്. ഇവിടെ തൊട്ട് ചേർന്നൊക്കെ ചെറിയ കുട്ടികളൊക്കെയുള്ള ആ വീടാണ്. അവരൊക്കെ ഈ ചെറിയ ലയങ്ങളാണ്, തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ചെറിയ ലയങ്ങളാണ്. അവരിവിടെ ഇങ്ങനെ താമസിക്കുന്നുണ്ട്. അവരിങ്ങനെ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ആളുകൾക്ക് കൃത്യമായ ജാഗ്രത നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഈ കടുവയെ കണ്ടതാണ്. ഇവരെല്ലാവരും കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഇവിടെ ആവശ്യമില്ലാതെ പോകരുത്, അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അനാവശ്യമായിട്ട് അങ്ങോട്ട് പോകരുത്, ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സാറേ, ഈ കടുവ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ഈ ആളുകൾക്ക് എങ്ങനെ നിയന്ത്രണം പറഞ്ഞേക്കുന്നത്? അപ്പുറത്ത് എല്ലാവരും സ്ഥലത്ത് ആളുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ എങ്ങനെ സാറേ? നമ്മളത് നിയന്ത്രണം അതേ ഉള്ളൂ. ഈ റോഡായതുകൊണ്ട് വാഹനങ്ങൾ വരുന്നുണ്ട്. ഈ കടുവ ഇവിടെ ഇറങ്ങിയ കാര്യം കൃത്യമായിട്ട് പൂർണ്ണമായിട്ടും ആളുകൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന വലിയ ബുദ്ധിമുട്ടാണ്. കാരണം രാവിലെ ജോലിക്കൊക്കെ പോകാൻ വേണ്ടി തോട്ടം തൊഴിലാളികളൊക്കെ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടും ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി വരുന്ന വഴിക്ക് തിരിച്ചു വിടുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല നിലവിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ കടുവ നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ. ആ കടുവ അവിടെ നിന്ന് മാറണമെങ്കിൽ അടിച്ചിട്ടിരിക്കുന്ന പശു, അങ്ങനെയാണ് സാധാരണ പറയാറ്, അടിച്ചിട്ടിരിക്കുന്ന പശുവിനെ ഭക്ഷിച്ചെങ്കിൽ മാത്രമേ ആ കടുവ ഇവിടുന്ന് മാറുകയുള്ളൂ. ഇനി എന്തായാലും ഡോക്ടർമാരുടെ പ്രത്യേക സംഘം അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തും. സാഹചര്യമൊക്കെ ഒത്തുവരികയാണെങ്കിൽ മയക്കുവെടി അല്ലെങ്കിൽ കടുവയെ നിരീക്ഷിച്ച ശേഷം ഇവിടെ കൂട് ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ടുള്ള നടപടിയായിരിക്കും പോവുക. ആളുകൾക്ക് വലിയ ആശങ്കയും ബുദ്ധിമുട്ടും പേടിയുമുണ്ട്. നിലവിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനോട് ഏകദേശം 100 മീറ്റർ അകലെ മാത്രമാണ് കടുവ. എന്തായാലും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംരക്ഷണയിൽ അവർ പറഞ്ഞിരിക്കുന്ന നിയന്ത്രണത്തിലാണ് നമ്മളും ഇപ്പോൾ നിൽക്കുന്നത്. പ്രജിൻ, സ്മിത. യെസ് രാഹുൽ, അത് ഇപ്പൊ ഈ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് ഈ ദൗത്യ സംഘത്തിന്റെ നടപടികൾ. ഇതിനെ മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള നീക്കം, പിന്നീട് അത് പറ്റാതെ പോകുന്നു. അതിന് കാരണമായി പറഞ്ഞത് കാലാവസ്ഥ ഒക്കെയല്ല. അവിടെ ഈ പറയുന്ന പോലെ കോട ഇറങ്ങുന്നു, അതുകൊണ്ട് കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് വെടിവെക്കാൻ പറ്റില്ല എന്നാണ്. പക്ഷേ ഇതിപ്പോ അങ്ങനെയല്ല, കാര്യങ്ങൾ കുറച്ചുകൂടെ ഗൗരവമാവുന്നു. കടുവ വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയാണ്. അപ്പൊ ഇനി എന്തായിരിക്കും ഇതിൽ അധികൃതരുടെ ഭാഗത്തുള്ള ഇടപെടൽ? എന്ത് രീതിയിലുള്ള ഓപ്പറേഷനാണ് ഇനി പ്ലാൻ ചെയ്യുക? അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇന്നലെ തന്നെ ആളുകൾ ഈ ഗ്രാമ്പി മേഖലയിൽ പ്രതിഷേധിച്ചതാണ്. അവർ കൃത്യമായും പറഞ്ഞിരുന്നു, കഴിഞ്ഞ ദിവസം അതായത് മിനിങ്ങാന്ന് വൈകിട്ട് 6:30-ക്കുള്ളിൽ ഈ കടുവയെ പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. കടുവ എവിടെയാണെന്ന് ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടും കടുവയെ പിടിക്കാൻ മനഃപൂർവ്വം വനംവകുപ്പ് ശ്രമം നടത്തിയില്ല എന്നൊക്കെയുള്ള ആക്ഷേപം നാട്ടുകാർ പറഞ്ഞിരുന്നു. നമ്മളങ്ങനെ പറയുന്നില്ല. ഇവരുടെ അധ്വാനത്തെയും ഇവരുടെ ബുദ്ധിമുട്ടുകളെയും നമ്മൾ കുറച്ച് കാണുകയുമില്ല. അങ്ങനെ പെട്ടെന്ന് ഓടിച്ചെന്ന് ഈ ആനയൊക്കെ പിടിക്കുന്ന പോലെ
മയക്കുവെടി വെച്ച് കഴിഞ്ഞാലും അതങ്ങനെ ഇത്ര ദൂരം പോകുന്നൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ അത് എന്തോരം ദൂരം പോകുന്നൊന്നും പറയാൻ പറ്റില്ല. അവരുടെ ഈ വനം വകുപ്പിൻ്റെ എല്ലാ സാഹചര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതാണ്. നാട്ടുകാർ ഈ പ്രതിഷേധം നടത്തുമ്പോഴും അല്ലെങ്കിൽ പ്രതിഷേധം പറയുമ്പോഴും ഇവർ വലിയ തരത്തിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് അനുഭവിച്ച് തന്നെയാണ് ഈ കടുവയെ ഈ ജനവാസ മേഖലയിൽ നിരീക്ഷിക്കുന്നതും അത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നിലനിർത്തുകയും ചെയ്യുന്നത്. അത്തരം സാഹചര്യം അടിയന്തരമായി ഒഴിവാക്കണം. എന്തായാലും ഈ കടുവ ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം. ഈ കൂടെങ്കിൽ കൂട് അല്ലെങ്കിൽ മയക്കുവെടിയെങ്കിൽ മയക്കുവെടി, എങ്ങനെയാണെങ്കിലും കടുവയെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റുക എന്നുള്ളത് മാത്രമാണ് വനംവകുപ്പിൻ്റെ മുമ്പിൽ നിലവിലത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. അടിയന്തരമായി അതിനെ മയക്കുവെടി വെക്കുക എന്നുള്ളതായിരിക്കും നിലവിൽ ചെയ്യുക. എന്തായാലും ഈ ജനവാസ മേഖലയാണ്. തോട്ടം തൊഴിലാളികളൊക്കെ ജോലിക്കായി ഈ തോട്ടത്തിലേക്ക് എസ്റ്റേറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അരണക്കൽ എസ്റ്റേറ്റാണ്, ABTയുടെ അധീനതയിലുള്ള അരണക്കൽ എസ്റ്റേറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തോട്ടം തൊഴിലാളികൾ ഒരുപാടുണ്ട്. ഇവർ ഈ കടുവ ഈ മേഖലയിൽ എത്തിയ വിവരം പലരും അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ജോലിക്കായി പോവുകയും ചെയ്തിട്ടുണ്ട്. അടിയന്തരമായി ഈ ദൗത്യ സംഘം ഇവിടെ എത്തി കടുവയെ ഒന്നെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നിരീക്ഷിച്ച് നോക്കുക, അതിനുശേഷം മയക്കുവെടി വെക്കുക, അല്ലെങ്കിൽ കൂട് ഉൾപ്പെടെ സ്ഥാപിച്ച് പിടികൂടുക എന്നുള്ളതാണ് നിലവിൽ സാധ്യമായ കാര്യം. ഇല്ലായെങ്കിൽ ആളുകളുടെ പ്രതിഷേധം ഉണ്ടാകും. കാരണം ഈ കാലിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കാലിന് പരിക്കേറ്റ അവശ നിലയിലാണ് കടുവ എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ കാലിന് അത്ര വലിയ അവശതയൊന്നുമില്ല, കടുവയ്ക്ക് അത്ര വലിയ അവശതയൊന്നുമില്ല എന്ന് വേണമെങ്കിൽ അനുമാനിക്കാവുന്നതാണ്. കാരണം ഇന്നലെ ഉണ്ടായിരുന്ന ഗ്രാമ്പിയിൽ നിന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഗ്രാമ്പിയിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരം ഇത് സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുറ്റി റോഡ് മാർഗം നോക്കുകയാണെങ്കിൽ 5 കിലോമീറ്റർ. ഇനി ഇത് വന്ന വഴിയാണെങ്കിൽ അത് പിന്നീടും കുറയാനുള്ള സാധ്യതയുണ്ട്. അത്രയും ദൂരം ഇത് സഞ്ചരിച്ചാണ് ഈ അരണക്കൽ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അത്ര അവശത എന്ന് പറയാൻ കഴിയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. നിലവിൽ ഈ പ്രദേശത്ത് തന്നെ ഉണ്ട്. ഈ ഒരു പശുവിനെയൊക്കെ അടിക്കാനുള്ള ഒരു ആരോഗ്യമുണ്ട് കടുവയ്ക്കെങ്കിൽ അത് ആളുകൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ വനംവകുപ്പിനെയും പ്രതിസന്ധിയിലാക്കും, ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കടുവയുടെ ആരോഗ്യസ്ഥിതി അങ്ങനെയാണ് എന്ന് വേണമെങ്കിൽ കരുതാം. നിലവിൽ ഈ വീടിനോട് ചേർന്ന് തന്നെ ഈ പശുവിനെ അടിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തിനോട് ചേർന്ന് 50 മീറ്റർ ചുറ്റളവിൽ ഈ കടുവ നിലവിലുണ്ട്. വനംവകുപ്പ് കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടത്തുന്നുണ്ട്. ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ, ആളുകൾ ഈ പ്രദേശത്തേക്ക് കടന്നു പോകാതെയുള്ള നിയന്ത്രണമാണ് പ്രദേശത്ത്. ഇപ്പൊ രാഹുൽ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ എസ്റ്റേറ്റിലേക്ക് തൊഴിലാളികൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിറയെ തോട്ടം തൊഴിലാളികൾ ഉള്ള എസ്റ്റേറ്റാണ്. വളരെ അടിയന്തരമായി തന്നെ ഇതിൽ പരിഹാരം ഇന്ന് ഉണ്ടാകണം.